Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ഡിസ്റ്റൻസ് ആയി പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയായി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പല യൂണിവേഴ്സിറ്റീസിനെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സിലക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ, ഭാരതിയാർ അല്ലേ, ഇതിനൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിൽ ഏറ്റവും നല്ല സിലബസ്, അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു സിലബസിൻ്റെ ഒരു അപ്ഡേഷനും ഏറ്റവും വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നെറ്റൊക്കെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. MCOM ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അതുപോലെ തന്നെ BCom ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റ് തന്നെയാണെന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഒരു വീഡിയോയും കൂടിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ഇപ്പം നൽകാൻ സാധിക്കില്ല, ഈ മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർ നൽകുന്നത്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ അഡ്മിഷൻ ഈ മാസം 15-ാം തീയതി ആരംഭിക്കുകയാണ്. സോ നമ്മൾ കാലിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, അതോ 15-ാം തീയതി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ MCOMോ അല്ലെങ്കിൽ BCom, BBA ഈ കോഴ്സിന് ജോയിൻ ചെയ്യണോ? എന്താണ് ഒരു നല്ല തീരുമാനം? ഇങ്ങനൊരു ചോദ്യം ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിയറസ്റ്റ് ഉള്ള ഒരു 5 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഇതിനേക്കാൾ മുമ്പ് ഇപ്പോൾ ഡിഗ്രി ഒക്കെ BCom അല്ലെങ്കിൽ BBA കോഴ്സസ് ഒക്കെ കാലിക്കറ്റിൽ പഠിച്ച കുട്ടികൾക്ക് വീണ്ടും കാലിക്കറ്റ് പഠിക്കാൻ തന്നെയാണ് താല്പര്യം. അപ്പോൾ അവർക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, അതല്ല സമയം പോകുമോ, നേരെ പോയിട്ട് ശ്രീനാരായണ ഗുരുവിലേക്ക് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളതാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, 15-ാം തീയതിയാണ് ഈ മാസം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31-ാം തീയതി വരെയുണ്ട്. അപ്പോൾ ഒരു 1.5 മാസം നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ മാസം അവസാനം വരെ വെയിറ്റ് ചെയ്യാനാണ് ഡിസ്റ്റൻസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ മാസം അവസാനം വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും ഡിസ്റ്റൻസ് അഡ്മിഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ കാലിക്കറ്റിൽ തന്നെ നിങ്ങൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കാം, നോ പ്രോബ്ലം. അതല്ലാത്ത പക്ഷം നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ ഇഗ്നയോ ഭാരതിയാർ വിളിക്കണമെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പോണ്ടിച്ചേരി. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ സ്യൂട്ടബിലിറ്റി, നിങ്ങൾക്ക് ഡെപ്ത് നോളജ് ആണോ വേണ്ടേ, ജസ്റ്റ് പേരിനൊരു സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടേ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് 15-ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആരംഭിച്ചാലും നിങ്ങൾ ഓടിപ്പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മാസം അവസാനം വരെ വെയിറ്റ് ചെയ്യാം. കാലിക്കറ്റ് വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രിഫറൻസ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇഗ്നോ, അതുപോലെ തന്നെ ഭാരതിയാർ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ള ഓപ്ഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ജൂലൈ 31-ാം തീയതി വരെ സമയമുണ്ട്, സമയം പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കേട്ടോ. ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ, ഭാരതിയാർ, ദെൻ പോണ്ടിച്ചേരിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും BCom, BBA, MCom അതുപോലെ തന്നെ MBA കോഴ്സസിൻ്റെ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടും, ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ അഡ്മിഷൻ്റെ കാര്യങ്ങളാവട്ടെ, കോച്ചിങ്ങിൻ്റെ കാര്യങ്ങളാവട്ടെ, എന്ത് കാര്യങ്ങൾക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ,
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.